2000 കിലോമീറ്റർ ഉയരത്തിൽ ശൂന്യാകാശത്തിന്റെ കറുത്ത നിശബ്ദതയിൽ അമേരിക്കൻ സ്പേസ് ഫോഴ്സിന്റെ ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകൾ പേർഷ്യൻ അതിർത്തിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സാധാരണ നിരീക്ഷണമല്ല, മറിച്ച് ശത്രുവിന്റെ ശ്വാസോച്ഛ്വാസം പോലും ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള ഒരു സിഗ്നൽ ഇന്റലിജൻസ് വലയാണ്. ഇറാന്റെ സൈനിക താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ഇലക്ട്രോണിക് സിഗ്നലും, അതായത് റേഡിയോ തരംഗങ്ങൾ, സാറ്റലൈറ്റ് ഫോൺ സന്ദേശങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ ഡാറ്റ എന്നിവ ഈ സാറ്റലൈറ്റുകൾ തുടർച്ചയായി സ്കാൻ ചെയ്യുന്നു. ഈ ഡാറ്റ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിലെ അമേരിക്കൻ കമാൻഡ് സെന്ററുകളിലേക്ക് അയക്കുകയും അവിടെയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇറാന്റെ മിലിറ്ററി ഗ്രേഡ് എൻക്രിപ്ഷനുകളെ തകർക്കുകയും ചെയ്യുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളുടെ സിഗ്നേച്ചർ അവർ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ടൈം ഡിഫറൻസസ് ഓഫ് അറൈവൽ, ഫ്രീക്വൻസി ഡിഫറൻസസ് ഓഫ് അറൈവൽ എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഖമേനിയുടെ സന്ദേശങ്ങൾ കൃത്യമായി ഏത് പോയിന്റിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് സാറ്റലൈറ്റുകൾ കണക്കാക്കി. ടെഹ്റാനിലെ പാസ്റ്റർ സ്ട്രീറ്റിലുള്ള 6 നില കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള ഭൂഗർഭ ബങ്കറിൽ നിന്നാണ് ഈ സിഗ്നലുകൾ വരുന്നതെന്ന് അവർ ഉറപ്പിച്ചു. 2026 ഫെബ്രുവരി 28 പുലർച്ചെ 8 മണി ടെഹ്റാനിലെ പാസ്റ്റർ സ്ട്രീറ്റിലുള്ള ആ സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിംഗിലേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രവേശിച്ചു. കൂടെ ഇറാന്റെ സൈനിക നട്ടെല്ലായ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവൻ മേജർ ജനറൽ മുഹമ്മദ് പപ്പൂറും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അലി ഷംഖാനിയും ഉണ്ടായിരുന്നു. തങ്ങൾ അതീവ സുരക്ഷിതരാണെന്ന് അവർ കരുതിയെങ്കിലും CIA-യും മൊസാദും മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ ഇറാന്റെ ഭരണകൂടത്തിന്റെ തലയടക്കുന്ന ഡിക്കാപ്പിറ്റേഷൻ സ്ട്രൈക്കിന് തയ്യാറെടുക്കുകയായിരുന്നു അന്ന്. ആക്രമണത്തിന് മുന്നോടിയായി ഇറാന്റെ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയെ അമേരിക്ക ഡിജിറ്റലായി തകർത്തു കഴിഞ്ഞു. സ്പേസ് ഫോഴ്സ് സാറ്റലൈറ്റുകൾ വഴി ലക്ഷക്കണക്കിന് സ്പാം കോളുകളും വ്യാജ സന്ദേശങ്ങളും ഇറാന്റെ കമ്പ്യൂട്ടറുകളിൽ നിറച്ചതോടെ സൈനിക തലവന്മാർക്ക് പരസ്പരം ബന്ധപ്പെടാനോ വ്യോമ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാനോ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഈ സമയം ഇസ്രയേലിന്റെ വ്യോമതാവളങ്ങളിൽ നിന്ന് 200 F-15 യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചുകൊണ്ടവർ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. അമേരിക്കയുടെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ റഷ്യൻ നിർമ്മിത S-400 റഡാറുകളെ തകർത്ത് വഴി തെളിച്ചതോടെ ഇസ്രയേൽ വിമാനങ്ങൾ ടെഹ്റാന് മുകളിലെത്തി. ഭൂമിക്കടിയിൽ ആഴത്തിൽ ഒളിഞ്ഞിരുന്ന ഖമേനിയെ തകർക്കാൻ അവർ ഉപയോഗിച്ചത് 19 അടി നീളമുള്ള മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകളായിരുന്നു. 6 അടിയോളം കട്ടിയുള്ള കോൺക്രീറ്റും 100 അടി ആഴത്തിലുള്ള മണ്ണും തുളച്ചുകയറാൻ ശേഷിയുള്ള ഈ ബോംബുകൾ ഖമേനി ഇരുന്നിരുന്ന ബങ്കറിന് മുകളിൽ കൃത്യമായി പതിച്ചു. 30 ബോംബുകൾ ഒന്നിനു പിറകെ ഒന്നായി ഒരേ വിള്ളലിലൂടെ താഴേക്ക് പതിച്ചതോടെ ബങ്കർ ചാരക്കൂമ്പാരമായി മാറി. ആയത്തുള്ള അലി ഖമേനി, മുഹമ്മദ് പക്പൂർ, അലി ഷംഖാനി എന്നിവരടക്കം ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം ഒരൊറ്റ നിമിഷം കൊണ്ട് നാം അവശേഷമായി. ഇറാന്റെ പർവ്വതനിരകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന വിലാപങ്ങൾക്കിടയിൽ ഒരു യുഗം അവസാനിക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഒരു വൻ സാമ്രാജ്യത്തെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാമെന്ന് ലോകം കണ്ടു.